32 years മുന്നേ എൻ്റെ അമ്മ വെഡിങ്ങിന് ഇട്ട സാരി. Blend until your soul leaves your body. ഹേ കുട്ടൻസ്, നമ്മളിന്ന് പുലർച്ചെ 2:02 ഇറങ്ങിയേക്കുവാണ്. ബ്രൈഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ആളുടെ കല്യാണം 2 ദിവസം മുന്നേ കഴിഞ്ഞു. നമ്മൾ തന്നെയാണ് മേക്കപ്പ് ചെയ്തത്. ഇന്ന് ആൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാരണം ആളുടെ അമ്മയുടെ വെഡ്ഡിങ് സാരി ഉടുത്തിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം, ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട്. കാരണം കല്യാണത്തിന് അമ്മയുടെ സാരി ഉടുക്കണമെന്ന് ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എന്തോ കാരണത്താൽ അത് സാധിച്ചില്ല. പക്ഷെ ആൾ ഇന്ന് അത് കൊടുത്തിട്ട് ആളുടെ ചെക്കനെ കൂട്ടിയിട്ട് ദേ ആർ ഡൂയിങ് ഫോട്ടോഷൂട്ട്. സോ ആളെ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ പുലർച്ചയ്ക്ക് 2:30 പൊക്കോണ്ടിരിക്കുകയാണ്. ആസ് യു കെൻ സീ, 1-2 ആൾക്കാർ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഇതാണ് ഞങ്ങളുടെ ലൈഫ്. ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്നു, പോകുന്നു, ഒരുക്കുന്നു, തിരിച്ചു വരുന്നു. ഉറക്കമൊക്കെ ഹുദാഹവയാണ് കേട്ടോ. പക്ഷേ ഒരു സന്തോഷമാണ്. കാരണം ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ സ്പെഷ്യൽ മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ. ഈ കുട്ടിയുടെ ജീവിതത്തിലെ വലിയൊരു മൊമെന്റ് തന്നെയാണത്. കാരണം അമ്മയുടെ കല്യാണ സാരി ഉടുത്തിട്ട് ആളുടെ ഒരു എന്താ പറയുക ആഗ്രഹം സാധിക്കാന്ന് പറയുന്നത്, നമ്മളതിന് ആളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതൊക്കെ വലിയൊരു കാര്യമല്ലേ. സോ ഐ എം റിയലി എക്സൈറ്റഡ്. വിൽ ഷോ യു ഗൈസ് സൂൺ. നമ്മുടെ ഇന്നത്തെ സുന്ദരി ബ്രൈഡ് ശ്രേയയാണ് കേട്ടോ. ആൾക്ക് വേണ്ടി 3 ലുക്കാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഈ ലുക്ക് എന്തുകൊണ്ടോ വളരെ സ്പെഷ്യലാണ്. കാരണം ശ്രേയയുടെ അമ്മയുടെ 30 വർഷത്തിലേറെ പഴക്കമുള്ള സാരിയാണ് ശ്രേയ ഒന്ന് എടുക്കാൻ പോകുന്നത്. ആൻഡ് ഐ വാണ്ടഡ് ടു നോ വൈ. Tell me about why did you choose to wear your Amma sari? That's I don't know. I always liked that sari a lot. Huh. And then when the time came to get married and stuff, she was like, why don't you try? And I was like, okay, perfect. I always wanted to. So I was like, yes, I will in a second. And this just happened. Yeah. നമ്മളിന്നൊരു സോഫ്റ്റ് ഗ്ലാം മേക്കപ്പ് ലുക്കാണ് കേട്ടോ ശ്രേയയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. I've always loved a soft eye look. I guess that's one of my favorite thing to do in makeup. മാത്രമല്ല ശ്രേയയുടെ കണ്ണുകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഐ വാണ്ടഡ് ടു എൻഹാൻസ് ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ഓൾസോ ഒരു പെർഫെക്റ്റ് ഐ ലുക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്തെന്ന് വെച്ചാൽ ഇറ്റ്സ് ബ്ലെൻഡിങ്. Blend until your soul leaves your body. That is how we need to blend. Okay. Perfect. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സോഫ്റ്റ് ഗ്ലാം ലുക്ക് ആയതുകൊണ്ട് ഞാനൊരു മീഡിയം കവറേജ് ഫൗണ്ടേഷനാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് വാണ്ട് ദ മേക്കപ്പ് ടു ലുക്ക് ടു കേക്കി ഓർ ടു ഡ്രൈ ഇൻ ദി എൻഡ്. ഇന്ന് വളരെ ലൈറ്റായിട്ടുള്ളൊരു കോൺടോറിങ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. യൂഷ്വലി ആൾക്ക് ഭയങ്കര കോൺടോറിങ് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഇന്ന് ഐ തോട്ട് ലൈക്ക് കുറച്ച് നാച്ചുറലായിട്ട് സറ്റിലായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചേ കോൺടോറിങ് ചെയ്യുന്നുള്ളൂ. നിങ്ങളൊരു ബിഗിനർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും പുതിയ പുതിയ സ്റ്റൈലുകൾ പരീക്ഷിക്കണം കേട്ടോ. കാരണം നമ്മൾ ഒരു സ്റ്റൈൽ മാത്രം പഠിച്ചു വെച്ച് എല്ലാ ബ്രൈഡ്സിനും അല്ലെങ്കിൽ എല്ലാ ക്ലയൻസിനും സെയിം മേക്കപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് സ്വതവേ ഒരു യോജിപ്പില്ല. ബിക്കോസ് വി ആർ ഓൾ ഡിഫറെൻറ്റ് അല്ലേ. നമ്മളെ തന്നെ ഇൻഡിവിജ്വൽസ് എന്നല്ലേ വിളിക്കണേ. അങ്ങനെ ഇൻഡിവിജ്വലായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എല്ലാവർക്കും ഒരേ ലുക്ക് കൊടുത്ത് എല്ലാവരും ഒരേപോലെ ആക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യൂ. ഇഷ്ടം പോലെ റെഫറൻസസ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കാണാൻ പറ്റും. ട്രൈ എവറി സിംഗിൾ ലുക്ക്. ഇപ്പം നിങ്ങൾക്ക് പരീക്ഷിക്കാൻ ആരും കിട്ടിയില്ലെങ്കിൽ സ്വന്തം മുഖത്ത് പരീക്ഷിക്കൂ. എന്താ കുഴപ്പം? നിങ്ങൾ നിങ്ങളുടെ കണ്ണാടി മാത്രമല്ലേ കാണാൻ പോകുന്നുള്ളൂ. ഇഫ് പീപ്പിൾ ജഡ്ജ് യു, ഇറ്റ്സ് ദെയർ ബിസിനസ്, നോട്ട് യുവേഴ്സ്. സോ ഡോണ്ട് മൈൻഡ് ദം. ഇന്നത്തെ ബേസ് നമ്മളൊരു മീഡിയം കവറേജ് കൊടുത്തുകൊണ്ട് എൻറ്റയർ ലുക്കൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബ്രൈറ്റ് കളർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സത്യം പറയാലോ, ഈ ലിപ് കളർ ഞാൻ ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ എനിക്കൊരു ഡബിൾ മൈൻഡ് ആയിരുന്നു. കാരണം ഈ ലിപ് കളർ ആൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെങ്കിൽ ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ ഇട്ട് കഴിഞ്ഞ് when I saw it on her, it looked beautiful. വെഡിങ് ഡേ ലുക്ക് അടിപൊളിയായിരുന്നു, എല്ലാവരും പറഞ്ഞു. മേക്കപ്പ് എസ്പെഷ്യലി എല്ലാവരും എടുത്തെടുത്ത് പറഞ്ഞു. ഇതൊന്നും പറഞ്ഞു പറിക്കുന്നതല്ല ഗൈസ്. ഭയങ്കര ഒരു നാച്ചുറൽ എന്താ പറയാ, ലൈക്ക് ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നേ വീട്ടിൽ നിന്ന്, കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി പൊട്ടിയിട്ട ഫീലിംഗ് വരരുത് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ വിജയം ഗൈസ്. ഈവൻ കോക്ടെയിൽ എല്ലാവരും, എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ മറ്റേ എന്തായിരുന്നു വേർഡ് കിട്ടുന്നില്ല,
Tell me it's a good word. കളിയാക്കി പറഞ്ഞ പക്ഷേ എന്താ പറയാ എനിക്ക് ആ വീട് കിട്ടുന്നില്ല. പാവപ്പെട്ടവരുടെ ആലിയ ഭട്ടെന്ന് Guys, പാവപ്പെട്ടവരുടെ ആലിയ ഭട്ട്. പക്ഷെ ആ ഒരു ലുക്കായിരുന്നല്ലോ ലൈക്ക് ബോളിവുഡ്. എക്സാക്ട്ലി, അതാണ് നമ്മൾ ആലിയ ഭട്ടെ കൊണ്ട് എത്തിച്ചു. അപ്പൊ ഞാനും അതാ പറഞ്ഞത്, നീ അവിടെ വരെ കമ്പയർ ചെയ്തെങ്കിൽ അത് അടിപൊളിയാണ്. ശ്രേയയുടെ അമ്മയുടെ 32 വർഷം പഴക്കമുള്ള വെഡ്ഡിങ് സാരിയാണ് കേട്ടോ ഇത്. വളരെ ഭംഗിയുള്ളൊരു സാരി കളറാണ് കേട്ടോ. ഞാൻ അങ്ങനെ അധികം കാണാത്തൊരു കളറാണിത്. വേണമെങ്കിൽ ഒരു പീകോക്ക് ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എക്സാക്ട്ലി പീകോക്ക് ബ്ലൂ ആണോന്ന് ചോദിച്ചാൽ എനിക്കത് ഉറപ്പ് പറയാനും പറ്റത്തില്ല. ബട്ട് ഇറ്റ് ലുക്ക്ഡ് ബ്യൂട്ടിഫുൾ, ട്രസ്റ്റ് മീ. ക്യാമറയിൽ കാണുന്നതിനേക്കാളും ആ സാരി നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. 32 ഇയേഴ്സ് മുന്നേ എൻ്റെ അമ്മ വെഡ്ഡിങ്ങിന് ഇട്ട സാരിയാണിത്. അപ്പോൾ ഇത് ഇത്രയും അമ്മ സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് ഇന്ന് എനിക്കിത് ഇടാൻ പറ്റി. സോ ആ ഒരു കാര്യത്തിൽ ഐ എം വെരി വെരി ഹാപ്പി. ആഷിഫ് അടിപൊളി ഒരു ലുക്കും തന്നു അതിന്. സോ ഐ എം റിയലി ഹാപ്പി ആൻഡ് ഐ തിങ്ക് ഐ എം റിയലി ഹാപ്പി. താങ്ക് യു സോ മച്ച്. അടിപൊളി ലുക്ക്. എൻറ്റയർ ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെട്രോ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്തത്. I've always wanted to try this hairstyle on somebody. പക്ഷേ ആർക്കും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ശ്രേയ was, she was up for it. She's like, whatever you find it good, you do it. And I'm really thankful to her for trusting me. Let me know what do you guys think about this look in the comments. Thanks for listening.